ഫ്രണ്ട്സ്, നമുക്ക് വന്നേക്കുന്ന സൗണ്ട് ക്രാഫ്റ്റ് UI16 സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം പിന്നെ ആദ്യമായിട്ട് നമ്മൾ മിക്സർ ഓൺ ആക്കിയിട്ടുണ്ട്. മിക്സറിൽ ഞാൻ ജസ്റ്റ് മീഡിയയിൽ കൂടെ ഒരു സോങ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഓണാക്കി ഞാൻ UPS വഴിയാണ് ഓണാക്കിയേക്കുന്നത്. UPS കണക്ട് ചെയ്ത് അതിൽ നിന്നാണ് ഞാൻ ഓണാക്കിയേക്കുന്നത്. UPS വഴി തന്നെ നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഓണാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ പോകരുത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിനാദ്യമായിട്ട് സൗണ്ട് ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സൗണ്ട് ക്രാഫ്റ്റിൻ്റെ സൈറ്റിലോട്ട് പോവാണ്. അപ്പം സൗണ്ട് ക്രാഫ്റ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് മിക്സേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് UI സീരീസ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതാ മോഡൽ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. അപ്പം മിക്സേഴ്സ് UI സീരീസ് ആണല്ലോ നമ്മുടെ. അപ്പം UI സീരീസ് എടുക്കുക. UI സീരീസിൽ തന്നെ നമുക്ക് UI16 സോഫ്റ്റ്വെയറാണ് നമുക്ക് വേണ്ടത്. അപ്പം UI സീരീസ് സെലക്ട് ചെയ്യുന്നു, UI16 എടുക്കുന്നു. UI16 സെലക്ട് ചെയ്യണം. UI16 സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. അപ്പം UI16 പേജ് ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയേക്കാം. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസ് കിടക്കുന്നത്. നമ്മളത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാണ്. അപ്പോൾ അതിൽ കാണാം, അതിൽ കറണ്ട് വേർഷനും പ്രീവിയസ് വേർഷനും പറഞ്ഞ് കിടക്കും. അപ്പോൾ അതിൽ പ്രീവിയസ് വേർഷൻ ആയിരിക്കും പഴയ വേർഷൻ. അതിൻ്റെ നമ്മൾ ജസ്റ്റ് നമ്മുടെ മിക്സറിൻ്റെ ഇൻ്റർഫേസിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറിൻ്റെ നമ്പർ നോക്കുക. ഇപ്പം കിടക്കുന്നത് 107548 UI16. അതാണ് ഇപ്പോഴത്തെ ഫേംവെയറിൻ്റെ നമ്പർ. ഇപ്പോൾ ഇത് ആൾറെഡി അപ്ഡേറ്റ് ന്യൂ സോഫ്റ്റ്വെയർ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഈ സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പം ഇതാണ് നമുക്കിപ്പം നിലവിൽ അതിനകത്തുള്ള സോഫ്റ്റ്വെയർ. അപ്പം പുതിയ അപ്ഡേറ്റ് എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് കൊടുക്കുക. അത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആവും. സിസ്റ്റത്തിൽ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്തോട്ട് ഡൗൺലോഡായി അത് സേവ് ആയി കിടക്കും. അതൊരു സിപ്പ് ഫയലായിട്ടാണ് വരുന്നത്. അല്ലേ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് സിപ്പ് ഫയലായിട്ട് വന്നിട്ടുണ്ട്. ആ ഫയൽ നമുക്കിനി ഒരു പെൻ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യണം. പെൻ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ മിക്സറിനകത്ത് കണക്ട് ചെയ്യണം. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പെൻ ഡ്രൈവ് എടുക്കണം. ഫ്രഷ് ആയിട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ഒരു പെൻ ഡ്രൈവ്. അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന പെൻ ഡ്രൈവ് എടുത്തിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ സോഫ്റ്റ്വെയർ അങ്ങോട്ട് കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പം നമ്മൾ പെൻ ഡ്രൈവ് എടുത്തിട്ട് എൻ്റെ കയ്യിലെ പെൻ ഡ്രൈവ് ഞാൻ കണക്ട് ചെയ്തിട്ട് അത് ഫോർമാറ്റ് ചെയ്യുകയാണ്. ഫുൾ ആദ്യം ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. ഫുള്ള് കിക്ക് ഫോർമാറ്റ് കൊടുത്തിട്ട് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് മെമ്മറി ഫുള്ള് ഫ്രീ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ കോപ്പി ചെയ്തിടാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിടാം. ഞാൻ ഇപ്പം കട്ട് ചെയ്ത് തന്നെ ഇനി എടുത്തിടുകയാണ്. സെയിം കോപ്പി തന്നെ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യണം. പെൻ ഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് നമ്മുടെ USB ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ അത് കോപ്പി ആയിട്ടാണ് നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് കോപ്പിയായി. ഈ പെൻ ഡ്രൈവിനെ നമ്മൾ എജക്റ്റ് ചെയ്ത് ലാപ്ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ലാപ്ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നേരെ നമ്മളത്
നമ്മുടെ മിക്സറിൻ്റെ മീഡിയ USB കണക്ട് ചെയ്യുന്ന പോർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മിക്സർ ഞാൻ UPS കണക്ട് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. മാക്സിമം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ കട്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മിക്സർ മാക്സിമം UPS തന്നെ കണക്ട് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ ലാപ്പിലേക്ക് വന്നിട്ട് UI16 ഇൻ്റർഫേസിലോട്ട് ഇൻ്റർഫേസിൽ കയറുമ്പോൾ നമ്മുടെ മീഡിയയുടെ ഫോൾഡറിലാണ് നിൽക്കുന്നത്. മീഡിയ റീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ റീഡായി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്ന് മിക്സറിൽ നിന്ന് ഓപ്ഷൻ വരും. അപ്പം നമ്മളത് അപ്ഡേറ്റ് അത് പ്രസ് ചെയ്യണം. അപ്ഡേറ്റിനകത്ത് ക്ലിക്ക് ചെയ്യണം. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പം പിന്നെ അത് ഡയറക്റ്റ് അപ്ഡേറ്റ് ആവാനുള്ള ഇതിലേക്ക് പോകും. അത് ഏകദേശം കുറച്ച് സമയം എടുക്കും. ഒരു മിനിറ്റിനടുത്ത് എടുക്കും. ഇപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ ഇതിനകത്തൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. നമ്മൾ 10 സെക്കൻഡ് ഡിവൈസ് നമ്മുടെ മിക്സർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ. അപ്പോൾ നമ്മൾ മിക്സറിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് അതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും ഓണാക്കണം. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത പുതിയ വെർഷനിലോട്ട് സിസ്റ്റം ബൂട്ടായി വരും. അപ്പോൾ നമുക്ക് മിക്സർ ഓഫ് ചെയ്യാം. മിക്സറിൻ്റെ പവർ ഓഫ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മിക്സറിൻ്റെ പവർ ഓഫ് ചെയ്ത് നമുക്ക് ജസ്റ്റ് 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഓണാക്കുക. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്പിലത് ഡിസ്കണക്റ്റ് ആവും. അപ്പം കണക്റ്റിംഗ് ഇങ്ങനെ എഴുതി കാണിക്കും. നമ്മുടെ കണക്ഷൻ പോകും. ലാപ്പും മിക്സറുമായിട്ടുള്ള കണക്ഷൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മളെപ്പോഴും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട്ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സർ തന്നെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഒറിജിനൽ സോഫ്റ്റ്വെയർ തന്നെ നമ്മളെപ്പോഴും ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവും. അപ്പോൾ നമ്മൾ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മിക്സർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. മിക്സർ ബൂട്ടായി വരുന്നുണ്ട്. LED ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്നു. ബൂട്ടായി സ്റ്റേബിളായിട്ട് ഓണായി മിക്സർ. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ മിക്സർ ഒന്ന് ലാപ്ടോപ്പിൽ വൈഫൈ വെച്ച് ഒന്ന് റീകണക്ട് ചെയ്യാം. വൈഫൈയിൽ സെർച്ച് ചെയ്ത് UI16 കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ വീണ്ടും കണക്ട് ചെയ്തു. ലാപ്പിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. കണക്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പെൻഡ്രൈവ് നമ്മളെ മീഡിയ പോർട്ടിൽ നിന്ന് ഊരിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള മെസ്സേജ് എഴുതി കാണിച്ചു. അത് നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ ജസ്റ്റ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നു. സംഗതി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ സെയിം വേർഷൻ തന്നെ ആയിരുന്നു കിടന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. ഓക്കെ.